മാർച്ച് 8 ലോക വനിതാ ദിനം. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കേരളത്തിലെ ഒരു കൂട്ടം വനിതമാർ, ആശാ വർക്കർമാർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 27 ദിവസങ്ങൾ പിന്നിടുകയാണ്. സർക്കാർ ഇനിയും അവരുടെ അവകാശങ്ങൾ ഇനിയും അനുവദിച്ചു കൊടുത്തിട്ടില്ല. അവരോട് തന്നെ ചോദിച്ചറിയാം ഈ വനിതാ ദിനത്തിൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. സാധാരണ വനിതാ ദിനം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇത് നമുക്ക് ഭയങ്കര ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഇപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഈ വെയിലത്തു നിന്നും വെള്ളവും കുടിക്കാതെ രാവിലെ വന്നു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോണത് വരെ തിരിച്ച് വീട്ടിൽ ചെന്ന ശേഷമാണ്. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നുള്ള രീതിയിൽ ഈ സമരം എങ്ങനെ പോകും. അതുകൊണ്ട് വനിതാ ദിനത്തിനോട് പറയാൻ വേണ്ടി എനിക്ക് ഭയങ്കര സന്തോഷമില്ല, ഭയങ്കര ദുഃഖമാണ്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ദുഃഖമാണ്. ഞങ്ങളെ 10-26 ദിവസം കൊണ്ട് ഈ സെക്രട്ടേറിയറ്റിനിടയിൽ ഉള്ള മഴയും ഉള്ള വെയിലും അത്രയും കൊണ്ട് നമ്മളിവിടെ ഇരിക്കില്ലേ, അതിലോട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. 8 വനിതാ ദിനമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വനിതകൾ അവരുടെ രീതിയിലായിട്ട് ആഘോഷിക്കേണ്ട അഭിമാനിക്കേണ്ട ദിവസമാണ്. ഞങ്ങളിന്ന് 27ാമത്തെ ദിവസമാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഞങ്ങൾ വന്നിരിക്കുന്നതും ഈ സമരത്തിൽ പങ്കെടുക്കുന്നതും. ഇതുവരെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല. ഞങ്ങൾ 10-ാം തീയതി ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസറിന് ഞങ്ങൾ സമരത്തിൽ പോകുന്നു എന്ന് എഴുതി കൊടുത്തതിന് ശേഷം ഇന്ന് വരെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട്, അതിലും ഒരു വിഷമമുണ്ട്. ഞങ്ങൾ ഇത്രയും പാടുപെട്ട് ഇവിടെ വന്ന് സമരത്തിന് ഇരുന്നിട്ടും ഞങ്ങൾ ആശമാരല്ല, പിന്നെ പുറത്തുനിന്ന് വരുന്നവരാണ്, പലരും ഡ്യൂട്ടിക്ക് കയറി. ഇവിടെ വരുമ്പോഴേ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് പരിചിതമായ മുഖങ്ങളും ആശമാരെയാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ പറയുന്നത് ആശമാരല്ല എന്നുള്ളൊരിതാണ്. ഇപ്പോൾ ഒരു ടാഗ് കൊണ്ട് കഴുത്തിലിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ആശ ആവുള്ളൂ എന്നുള്ളൊരു ഇത് എനിക്കറിയത്തില്ല, അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് മുഖംമൂടി വെച്ചിട്ടല്ല. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസമായിട്ടും ഞങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അതിൽ ഏറ്റവും അഭിമാനിക്കുന്നു. കാരണം താഴെത്തട്ട് ഉണ്ടെങ്കിലേ മുകളിലോട്ട് ഉയർന്നു വരാൻ പറ്റുള്ളൂ. ഞങ്ങളപ്പം ഞങ്ങളുടെ താഴെത്തട്ടിൽ നിന്നാണ് ഉയർന്നു വന്നത് എന്ന് അഭിമാനിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ നല്ലൊരു അഭിമാനമുണ്ട്. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തക തന്നെയാണ് ഞങ്ങൾ. അതിൽ ഞങ്ങൾക്ക് ഒരു നാണക്കേടില്ല, അത് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ഞങ്ങളെ പരിഗണിക്കുന്നുണ്ടോ? ഗവൺമെൻറ് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ശാസ്ത്രീകരണവും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇത്ര 27 ദിവസമായിട്ട് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഇവിടെ വന്ന് ഈ വെയിലത്ത് ഇരുന്ന് ഈ കഞ്ഞിയും കുടിച്ച് ഈ മഴയും കൊണ്ട് ഈ കുട്ടികളെയും കളഞ്ഞ് വീട്ടുകാരെയും കളഞ്ഞ് ഈ 27 ദിവസം കൊണ്ട് വാർഡിൽ പണിയെടുത്ത് അവർക്ക് കിട്ടേണ്ട സേവനങ്ങൾ കളഞ്ഞിട്ടാണ് ഇവർ ഞങ്ങളെ കൊണ്ടിരുത്തുന്നത്. ആശാമാർ വളരെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. ഞാൻ അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഈ സമരത്തോടൊപ്പം തുടക്കം മുതലേ ഉണ്ട്.